ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ജെറിൻ സാറിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോയിൽ ലോങ് ടൈം വൈസിൽ എങ്ങനെ കമ്പനി അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒന്നാമത്തെ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന കുറച്ച് കമ്പനികളും ആ കമ്പനികളെ കുറിച്ചുള്ള വിശദീകരണമാണ് പറഞ്ഞത്. മൂന്നാമത്തെ വീഡിയോയായ ഈ വീഡിയോയിലും റിമൈനിങ് ഉള്ള കമ്പനികളെക്കുറിച്ചാണ് പറയുന്നത്. ജെറിൻ സാറ് പറഞ്ഞത് ജെറിൻ സാറിൻ്റെ മെത്തേഡാണ്. പലർക്കും പല മെത്തേഡായിരിക്കാം. ഓക്കെ, മറ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ മെത്തേഡ് ഫോളോ ചെയ്യാം. സത്യത്തിൽ ജെറിൻ സാറിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹം വീഡിയോയിൽ പറയുന്നത് അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. വളരെ വാല്യൂ ഉള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നമുക്ക് വരുന്ന കമൻസിൽ നിന്നും ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തോടു കൂടി തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മെജോറിറ്റിയും ഒരു എബോവ് 90% യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെയധികം താങ്ക്സ് ഞാൻ ജെറിൻ സാറിനോട് പറയുകയാണ് ഈ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ ചാനലിലുണ്ടായതിൽ. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സിനെല്ലാം ബെനിഫിറ്റ് ഉണ്ട്. ഞാനതൊരു ചെറിയ ബെനിഫിറ്റായിട്ട് കാണുന്നില്ല. ജെറിൻ സാറ് പകർന്നു തന്ന ഈ അറിവ് വളരെ വലുതാണ്. താങ്ക്സ്. ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിലും എൻ്റെ പേരിലും ജെറിൻ സാറിന് താങ്ക്സ് പറയുകയാണ്. സാറ് ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റ് മെത്തേഡ് സാറ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനികളെ സാറ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ കമ്പനികളുടെ ഒരു എൻട്രി ലെവലും എക്സിറ്റ് ലെവലിൽ നിൽക്കേണ്ട ലോങ് ടൈം ആണ്. ഓക്കെ, എൻട്രി ലെവൽ നമുക്ക് പിടിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ ട്രൈ ചെയ്യാം. ഇനി വരുന്ന വീഡിയോകളിൽ അത് ട്രൈ ചെയ്യാം. കാരണം സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തിൽ തന്നെ ചിലപ്പോൾ 2-3 വർഷങ്ങൾ കൊണ്ട് നമുക്ക് 1-2 എൻട്രിയെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഒന്നിലും ചിലപ്പോൾ എൻട്രി ഉള്ള ഒരു ടൈം ആയിരിക്കില്ല. അങ്ങനെ ഉണ്ടാവും. ചിലപ്പം പലതിലും നമുക്ക് എൻട്രി എടുക്കാൻ ഇപ്പോൾ പറ്റുന്ന അവസ്ഥയായിരിക്കും. ഇലക്ഷനാണ്, നിഫ്റ്റി കുറച്ചും കൂടെയൊക്കെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മിക്ക സ്റ്റോക്കും പമ്മി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം ഒന്ന് ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് പറ്റിയ എൻട്രി ലെവലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം വരും വീഡിയോകളിലും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഷെയർ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്ന ഒരു 2 സെക്ടേഴ്സാണ് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസും പിന്നെ ഇൻഷുറൻസ് കമ്പനീസും. ഈയിടെയായിട്ട് വന്നതാണ്. അതിൽ ഇഷ്ടപ്പെട്ട കമ്പനീസ് ICICIയുടെ, HDFCയുടെയും AMCs, പിന്നെ ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് കമ്പനീസ്. HDFCയുടെ AMC ഇപ്പോൾ ലിസ്റ്റഡ് ആണ്, ലൈഫ് ഇൻഷുറൻസ് ലിസ്റ്റഡ് ആണ്. ICICIയുടെ ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ലിസ്റ്റഡ് ആണ്. ഇതിന്റെയൊക്കെ ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് ശരിക്കും ഇവരുടെ പേരും ഇവരുടെ ഒരു ക്വാളിറ്റി വെച്ചാണ് ആൾക്കാർ ഇവർക്ക് പൈസ കൊടുക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഇൻഷുറൻസിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും ഇവർക്ക് നല്ലൊരു വൈഡ് നെറ്റ്വർക്ക് ഉണ്ട്. ഇവരുടെ ബാങ്കിന്റെയും ഏജന്റുമാരുടെയും നെറ്റ്വർക്ക് ഉണ്ട്. മാർക്കറ്റിൽ ലീഡർഷിപ്പ് ഉണ്ട്. ഇവർക്ക് എല്ലാ വർഷവും ഇവരുടെ പ്രീമിയം ഗ്രോ ചെയ്യുന്നുണ്ട്. ഇവർ കളക്ട് ചെയ്യുന്ന ഫണ്ടുകൾ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇവർക്ക് അല്ലാതെ വലിയ ഒരു ചെലവില്ല. ഇതിനകത്ത് ഒരു ഫാക്ടറിയുടെയോ ഒന്നിന്റെ ആവശ്യമില്ല. നല്ല കഴിവുള്ള ആൾക്കാരെ ഹയർ ചെയ്യണം, അവരുടെ സാലറി കൊടുക്കണം, അതിനുള്ള പൈസ ഉണ്ട്. പിന്നെ ഈ വലിയൊരു ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഗുണം ഈ ഇൻഷുറൻസ് കമ്പനീസിലും മ്യൂച്വൽ ഫണ്ട് കമ്പനീസിലും ഉള്ളതെന്ന് വെച്ചാൽ ഈ ലോങ് ടേമിലേക്ക് പൈസ അവരുടെ കൈവശം ഇരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇൻഷുറൻസ് കമ്പനീസ് നമുക്കറിയാം, നമ്മളൊരു 20 വർഷം 30 വർഷത്തെ ടേമിൽ നമുക്കൊരു നിശ്ചിത തുക തിരിച്ചു കിട്ടാറുണ്ട്. അപ്പോൾ ആ പൈസ ഈ കമ്പനികൾ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ കയ്യിൽ ഇതൊരു വലിയ റിട്ടേൺ ആയിട്ട് അവർക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. സെയിം ബാങ്കുകൾ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ ബാങ്കുകൾക്ക് വേറെ കുറെ പരിമിതമായ കാര്യങ്ങളുണ്ടല്ലോ, അവർ ലോൺ കൊടുക്കണം, അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അങ്ങനെയല്ല, ഇവരുടെ ചോയ്സ് ആണ് എന്തോ ചെയ്യണമെന്നുള്ളത്. ഇവരുടെ മാനേജ്മെന്റ് നല്ലതാണ്. ഈ ഹൈ റിട്ടേൺസ് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. സോ ഇത് വാങ്ങാൻ പറ്റിയ കമ്പനി തന്നെയാണ്.
പിന്നെ ഓട്ടോ സെക്ടർ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിനകത്ത് ഈ മാർക്കറ്റ് ലീഡേഴ്സ് ആണ് എനിക്കിഷ്ടം. ഫോർ വീലേഴ്സിൽ മാരുതി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് വളർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ താഴെയുള്ള 2, 3, 4 കമ്പനീസിനേക്കാളും പല മടങ്ങ് വലുതാണ് മാരുതിയുടെ ഓരോ മാസത്തെ സെയില്. പിന്നെ ഹീറോ ഹോണ്ട, ബജാജ് ഓട്ടോ, ഇവര് അഫോർഡബിൾ ബൈക്സിന്റെ സെക്ഷനിലാണ്. ബജാജ് ഓട്ടോയ്ക്ക് 3 വീലറും ഉണ്ട്. ഹീറോയ്ക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിന്റെ പ്രോഡക്ട്സ് അവർ വിൽക്കാനും തുടങ്ങിയിട്ടുണ്ട് ഒരു ട്രയൽ ബേസിസിൽ. ഇങ്ങനെ ഈ 2 കമ്പനീസും ഫ്യൂച്ചറിലേക്ക് വളരെ എക്സൈറ്റിംഗ് ആണ്. ഐഷർ അഗൈൻ ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾസും അതിന്റെ കൂടെ തന്നെ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡ് അവരുടെ കൈവശമുണ്ട്. അവർ അതിന്റെ ബൈക്സ് ഇറക്കുന്നുണ്ട്. നല്ല സക്സസ് ആണ്. പുതിയ കമ്പനീസ് വന്നിട്ടും അവർക്ക് ഇതുവരെ പിടിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫ്യൂച്ചറിലും അവർ കയറി പോകുന്നതാണ് പ്രതീക്ഷ. എനിവേ വാച്ച് ചെയ്ത് വെക്കേണ്ടതാണ്. ഫുഡ് സെക്ടർ ഒരു ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു സെക്ടർ തന്നെയാണ്. ഈ ഫുഡ് സെക്ടറിൽ ചില പ്രത്യേക കമ്പനീസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് വരുൺ ബെവറേജസ്. ഇവർ ഇന്ത്യയിലെ 80% പെപ്സി ബിസിനസ്സും ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പെപ്സിയുടെ ലൈസൻസിൽ പെപ്സി മാനുഫാക്ചർ ചെയ്ത് അവരുടെ പെപ്സി ആയാലും മിറിൻഡ ആയാലും ട്രോപ്പിക്കാന ആയാലും ഇതെല്ലാം മാനുഫാക്ചർ ചെയ്ത് കടകളിൽ എത്തിക്കുന്നതാണ് ഇവരുടെ ജോലി. ഈയിടയ്ക്ക് ലിസ്റ്റ് ആയ കമ്പനിയാണ്. ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആണ്. പിന്നെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൽ നമ്പർ 1 ആണ്. ഭയങ്കര കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് നോക്കി വെക്കുക. പക്ഷെ ഫ്യൂച്ചറിലേക്കും ഇത് ഡെഫിനറ്റ്ലി മുമ്പോട്ട് തന്നെ പോകും. കാരണം ഇവരുടെ പ്രോഡക്റ്റ് അത്രയ്ക്ക് ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്. ഇവരുടെ ഓരോ ബിസ്ക്കറ്റ് വളരെ മാർക്കറ്റിൽ വളരെ ഹൈലി ആക്സെപ്റ്റഡ് ആണ്. പുതിയതായിട്ട് വന്ന ഒരു കമ്പനിയാണ് പ്രതാപ് സ്നാക്സ്. ഇവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ യെല്ലോ ഡയമണ്ട് റിങ്സ് ആണ്. ക്രാക്സ്, റിങ്സ്, യെല്ലോ ഡയമണ്ട് ഈ ടോയ് ഒക്കെ കൊടുത്ത് അവർ വളരെ ഒരു വാല്യൂ പ്രോപ്പോസിഷനാണ് ഇവരുടെ പ്രൊഡക്റ്റ് എല്ലാം. കുറച്ച് വിലയ്ക്ക് കൂടുതൽ എമൗണ്ട് കാണും ഈ ലേസിനേക്കാളും ഒക്കെ. കേരളത്തിൽ അവർ അത്ര പോപ്പുലർ ആയിട്ടില്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിലെല്ലാം കിട്ടും. ഫൈനലി ഹാറ്റ്സൺ ആഗ്രോ എന്ന് പറഞ്ഞൊരു കമ്പനി, HATSUN, ഹാറ്റ്സൺ ആഗ്രോ ഈ അരുൺ ഐസ്ക്രീം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അവർ വളരെ വർഷങ്ങളായിട്ട് ഷെയർ മാർക്കറ്റിലുണ്ട്. വളരെ നല്ലൊരു മാനേജ്മെന്റ് ആണ് അവരുടെ. ഒരു ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞൊരു തമിഴ്നാട്ടുകാരനാണ്. അവരുടെ ഡയറി പ്രോഡക്ട്സ് അവരുടെ സ്വന്തം കടകൾ വെച്ച് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ വെസ്റ്റ് ഇന്ത്യ അതുപോലെ സൗത്ത് ഇന്ത്യയിൽ അവർ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല ബ്രാൻഡ്, അവരും ഈ ബ്രാൻഡ് ഫാക്ടർ വെച്ചാണ് അവർ മുമ്പോട്ട് കയറുന്നത്. ഈ ആരോഗ്യ പാല്, പിന്നെ ഇബാക്കോ ഐസ്ക്രീംസ് ഒക്കെയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനി ഗോദ്രേജ് അഗ്രോവെറ്റ് ആണ്. ഗോദ്രേജ് അഗ്രോവെറ്റ് ഒരു ആനിമൽ ഫീഡ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഗോദ്രേജ് ഗ്രൂപ്പിൽ അവര് ഈ ഫുഡ് ഐറ്റംസിലോട്ടും കയറിയിട്ടുണ്ട്. റീസെന്റ് ലിസ്റ്റഡ് കമ്പനിയാണ്. പിന്നെ ഗോദ്രേജിന്റെ ഒരു മികവ് കൊണ്ട് ഒരു അത്യാവശ്യം ഒരു നല്ല ഫ്യൂച്ചറാണ് ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത്.